ഹലോ എവരിവൺ. +1 +2 ശേഷം നല്ലൊരു കരിയർ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെല്ലാവരും. എഞ്ചിനീയറിംഗ് മേഖലയിൽ കരിയർ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ളൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ജോയിൻറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ അഥവാ JEE. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അഥവാ NTA നടത്തുന്ന ഓൾ ഇന്ത്യ കോമൺ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷനാണ് JEE. അപ്പോൾ JEE എക്സാം എഴുതി നമുക്ക് എവിടെയൊക്കെ അഡ്മിഷൻ നേടാനുള്ളത് നോക്കാം. അപ്പോൾ JEE എക്സാം എന്ന് പറയുന്നത് BTech, BArch, B പ്ലാനിംഗ് പ്രോഗ്രാമിലേക്കുള്ള എൻട്രൻസ് എക്സാമിനേഷനാണ്. അപ്പോൾ ഈ എക്സാം എഴുതി നമുക്ക് നമ്മുടെ രാജ്യത്തെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളായ NITകളിലും IITകളും അഡ്മിഷൻ നേടാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് JEE എക്സാമിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പാറ്റേണിലേക്ക് കിടക്കാം. JEE എക്സാം ഒരു വർഷത്തിൽ 2 തവണയാണ് നടത്തുന്നത്. ഒരു വർഷത്തിൻ്റെ തുടക്കം, അതായത് ഒരു ജനുവരി മാസവും ഒരു ഏപ്രിൽ മാസവുമായിട്ട് 2 ഫേസുകളിലായിട്ട് ഫേസ് 1, ഫേസ് 2 ആയിട്ടായിരിക്കും എക്സാം നടത്താൻ പോകുന്നത്. ഇനി JEE മെയിൻ എക്സാമിൽ നമുക്ക് പേപ്പർ 1ഉം പേപ്പർ 2ഉം ഉണ്ട്. പേപ്പർ 1 എന്ന് പറയുന്നത് നമ്മുടെ BE BTech അഡ്മിഷൻ വേണ്ടിയിട്ടുള്ളതാണ്. പേപ്പർ 2 എന്ന് പറയുന്നത് BArchലേക്കും B പ്ലാനിങ്ങിലേക്കും വേണ്ടിയിട്ടാണ്. അതായത് അത് പേപ്പർ 2A എന്നും പേപ്പർ 2B എന്നുമാണ് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് പേപ്പർ 1നെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. പേപ്പർ 1 എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു BE BTechന് വേണ്ടിയിട്ടുള്ള അഡ്മിഷന് വേണ്ടിയിട്ടുള്ള എക്സാമാണ്. അപ്പം ഇതിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ എക്സാമിന് ഏതൊക്കെ സബ്ജക്റ്റുകളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് നോക്കാം. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ 3 മെയിൻ സബ്ജക്റ്റുകളാണ് നമ്മുടെ പേപ്പർ 1ൽ ഉണ്ടാകുക. അപ്പം അതിനകത്തെ ക്വസ്റ്റ്യൻ്റെ പാറ്റേണും അതുപോലെ മാർക്കിങ്ങും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫിസിക്സിൽ, കെമിസ്ട്രിയിലും മാത്സിലും നമുക്ക് സെക്ഷൻ A, സെക്ഷൻ B എന്ന് പറഞ്ഞ 2 സെക്ഷൻസ് ഉണ്ടായിരിക്കും. സെക്ഷൻ Aയിൽ 20 ചോദ്യങ്ങളായിരിക്കും 3 സബ്ജക്റ്റുകളിൽ നിന്നുണ്ടാകുന്നത്. ഈ 20 ചോദ്യങ്ങളും MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. ദെൻ സെക്ഷൻ Bയിൽ ഈ 3 സബ്ജക്റ്റിൽ നിന്നും 10 ക്വസ്റ്റ്യൻസ് വീതം ഉണ്ടാവും. അതിൽ 5 ക്വസ്റ്റ്യൻസ് മാത്രമാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കുക, അത് MCQ ടൈപ്പ് അല്ല, ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നമുക്ക് പേപ്പർ 2ലേക്ക് കിടക്കാം. പേപ്പർ 2 ആദ്യം പേപ്പർ 2A ആണ് നമ്മൾ പറയുന്നത്. പേപ്പർ 2A എന്ന് പറയുന്നത് BArchന് വേണ്ടിയിട്ടുള്ള എക്സാം ആണ്. അപ്പോൾ BArchൽ എന്തൊക്കെ സബ്ജക്റ്റുകളാണ് വരുന്നത് നമുക്ക് നോക്കാം. ആദ്യം വരുന്നത് മാത്തമാറ്റിക്സ് ആണ്. ദെൻ രണ്ടാമത് വരുന്നത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, മൂന്നാമത് വരുന്നത് ഡ്രോയിങ് ടെസ്റ്റ് ആണ്. അപ്പം മാത്തമാറ്റിക്സിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് JEE മെയിൻ്റെ പേപ്പർ 1ന് എങ്ങനെയാണോ അതേപോലെ തന്നെ നമുക്ക് 20 MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസും 10 ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും ഉണ്ട്. അതിൽ 5 എണ്ണം മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. ദെൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ഡ്രോയിങ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് നമുക്ക് 50 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. ഡ്രോയിങ് ടെസ്റ്റിന് 2 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉള്ളത്. അപ്പോൾ ടോട്ടൽ 400 മാർക്കിനായിരിക്കും നമ്മുടെ പേപ്പർ 2A നടക്കുന്നത്, അതായത് BArchന് വേണ്ടിയിട്ടുള്ള നമ്മുടെ എക്സാം. ഇനി പേപ്പർ 2B. പേപ്പർ 2B എന്ന് പറയുന്നത് B പ്ലാനിങ്ങിന് വേണ്ടിയിട്ടുള്ള എക്സാം ആണ്. അപ്പോൾ B പ്ലാനിങ്ങിൽ നമുക്ക് ഏതൊക്കെ സബ്ജക്റ്റ് ആണ് അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്കാണ് എക്സാമിനെന്ന് നോക്കാം. ആദ്യം വരുന്നത് മാത്തമാറ്റിക്സ് ആണ്. മാത്തമാറ്റിക്സ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് 20 MCQ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ 10 ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതിൽ 5 എണ്ണം മാത്രം നമ്മൾ അറ്റംപ്റ്റ് ചെയ്താൽ മതി. ദെൻ അതേപോലെ തന്നെ നമുക്ക് അടുത്തത് വരുന്നത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ നമുക്ക് 50 ചോദ്യങ്ങൾ ഉണ്ടാകാം. ദെൻ മൂന്നാമത് വരുന്നത് നമുക്ക് പ്ലാനിംഗ് ടെസ്റ്റ് ആണ്. അപ്പോൾ ഈ പ്ലാനിംഗ് ടെസ്റ്റിനകത്ത് നമുക്ക് 25 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ടോട്ടൽ നമുക്ക് 400 മാർക്കിനായിരിക്കും പേപ്പർ 2B, അതായത് B പ്ലാനിങ്ങിൻ്റെ എക്സാമും നടക്കുന്നത്. ഇനി പ്രത്യേകമായിട്ടൊരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ഈ പറഞ്ഞ പേപ്പർ 1, അതായത് BE BTechന് വേണ്ടിയുള്ള നമ്മുടെ എക്സാമും നമ്മുടെ പേപ്പർ 2, അതായത് B പ്ലാനിങ്, BArch, നമ്മൾ ഈ പറഞ്ഞ പേപ്പർ 1ലും പേപ്പർ 2ലും നമുക്ക് ഓരോ ശരി ഉത്തരത്തിന് 4 മാർക്കും ഓരോ തെറ്റുത്തരത്തിന് നമുക്ക് പെനാൽറ്റി ആയിട്ട് 1 മാർക്കും ഉണ്ടാകുന്നതാണ്. അപ്പോൾ നിങ്ങൾ JEE മെയിൻ എക്സാം എഴുതിയതിന് ശേഷം നമുക്ക് പെർസെൻറ്റേജിൽ വെച്ചിട്ടാണ് നമ്മൾക്ക് എന്ത് ചെയ്യുന്നത്, അഡ്മിഷൻ ലഭിക്കുന്നത്. അപ്പോൾ നല്ലൊരു പെർസെൻറ്റേജിൽ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല NITസിൽ അഡ്മിഷൻ ലഭിക്കുന്നതാണ്. ഇനി IITയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കണം എന്നുണ്ടെങ്കിൽ JEE മെയിൻ നല്ലൊരു പെർസെൻറ്റേജിൽ കിട്ടുകയും വേണം. അതിനുശേഷം നിങ്ങൾ JEE അഡ്വാൻസ്ഡ് എഴുതാനായിട്ട് ക്വാളിഫൈ ആകുകയും വേണം. JEE അഡ്വാൻസ്ഡ് എഴുതിയതിന് ശേഷമാണ് നമ്മൾ IITസിലേക്ക് പ്രവേശനം നേടുന്നത്. അപ്പോൾ നല്ലൊരു എഞ്ചിനീയറിംഗ് കരിയറാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ നല്ലൊരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ നമ്മുടെ JEE മെയിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ +1 +2 സ്കൂളിൽ പഠിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗ്ഗമാണത്. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.